ജയറാമേട്ടമ്മ. നമസ്കാരം റിമി. റിമിയെക്കുറിച്ച് അങ്ങനെ ഒരുപാട് ഞാൻ പറഞ്ഞിനി മലയാളികൾ മനസ്സിലാക്കേണ്ട കാര്യമില്ല. കാരണം കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് മലയാളികളുടെ സ്വീകരണ മുറിയിലും സ്റ്റേജിലും അല്ലാതെയും ഉത്സവപ്പറമ്പിലും വിദേശ രാജ്യങ്ങളിലും വിദേശ മലയാളികളെല്ലാം റിമിയുടെ പ്രോഗ്രാം എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ റിമി ഒരു ഗായിക അല്ലെങ്കിൽ അങ്ങനത്തെ ആ നിലയിൽ നിന്ന് മാറി ഒരു സിനിമ ഒരു ഹീറോയിനായിട്ട് മാറിയിരിക്കുകയാണ്. ഇത് ആദ്യ സിനിമയല്ല, ആദ്യൊരു സിനിമയിൽ അഭിനയിച്ചു, പക്ഷേ നായികയായിട്ട് ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. അത് എൻ്റെ കൂടെയായിരുന്നു. അങ്ങനെ സംഭവിച്ചു. ഇതിനകത്ത് ഞാൻ മറ്റൊന്നിലേക്കും കിടക്കുന്നില്ല. റിമി ലൊക്കേഷനിൽ വന്ന ശേഷം റിമി 100% ആ കഥാപാത്രം ആവാൻ വേണ്ടിയായിരുന്നോ അല്ല റിമിയുടെ ടെൻഷൻ കൊണ്ടായിരുന്നോ എന്താണെന്ന് എനിക്കറിയില്ല. പല സമയങ്ങളിലും അത് അനുഭവിക്കേണ്ടി വന്നത് ചുറ്റും നിന്ന് ഞങ്ങളൊക്കെ ആയിരുന്നു. പ്രത്യേകിച്ച് റിമി ചേട്ടാ വാ ഇങ്ങോട്ടെന്ന് പറഞ്ഞ് എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന ഒരു തുണിക്കടയിൽ വെച്ച് നമ്മൾ എടുത്ത സീനിൽ ആ സീൻ കഴിഞ്ഞ ശേഷം ആ ഫുൾ നഖം കൊണ്ട് കീറിയ കുറേ പാട് എൻ്റെ കയ്യിൽ 2-3 ദിവസമൊക്കെ ഉണ്ടായിരുന്നു. നല്ല വേദനയുണ്ടായിരുന്നു. അതിനുശേഷം സിനിമയിൽ ആ സീൻ വന്നില്ല. പക്ഷേ ഒരു പാട്ടിൻ്റെ സീൻ നമ്മൾ രണ്ടുപേരും മുരുകൻ്റെ പോലത്തെ വേഷമൊക്കെ ഇട്ട് അവസാന ആ പാട്ടിൻ്റെ എൻഡിൽ ഒരു തുണി എടുത്ത് എൻ്റെ കഴുത്തിൽ ചുറ്റിയിട്ട് ഇങ്ങനെ അടുപ്പിച്ച് പിടിക്കണം. 2 റിഹേഴ്സൽ കഴിഞ്ഞപ്പോൾ എനിക്ക് അത്രയും തോന്നിയില്ല. മൂന്നാമത്തെ ഒന്ന് എൻ്റെ പൊക്കത്തിൽ കൂടുതലും റിമിക്ക് ചെരുപ്പിടാൻ പറ്റാത്ത സീനിലും എല്ലാം കൊണ്ടും ആ തുണി കഴുത്തിൽ മുറുകി മിക്കവാറും ആ സീൻ കഴിയുമ്പോൾ ഞാൻ ചത്തേനെ ഉറപ്പായിട്ടും. റിമി ജയിലിലും പോയനെ എന്നെ കൊന്ന കുറ്റത്തിന്. അപ്പോൾ പെട്ടെന്ന് ആ സമയത്ത് റിമി അങ്ങനെ ആ മാറിക്കൊണ്ടിരുന്നത് കഥാപാത്രമായി എങ്ങനെയെങ്കിലും നന്നായിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണോ അല്ല ടെൻഷൻ കൊണ്ടായിരുന്നോ? യഥാർത്ഥത്തിൽ ജയറാമിനെ കൊല്ലാൻ ശ്രമിച്ചതാണോ? അയ്യോ, എന്തിനു ജയറാമേട്ടനെ ഞാൻ വാശി തീർത്താണോ? കൊല്ലാനാണെങ്കിൽ എത്രയോ പേരെ എനിക്ക് വേണേ കൊല്ലാം. ഓ, അങ്ങനെ കണക്കുണ്ടെങ്കിൽ ഇല്ല ഒരിക്കലും ആരോടും. ചിലപ്പോ ജീവിതത്തിൽ മനുഷ്യരല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം വരാം, വാക്കുതർക്കം ഉണ്ടാവാം, അല്ലെങ്കിൽ പിണക്കം തോന്നാം. പക്ഷെ എന്റെ ഒരു ഇതനുസരിച്ചിട്ട് നമ്മൾ ആ പിണക്കം ഇപ്പൊ ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടു പോകാതിരിക്കട്ടെ നീ ആരോടെങ്കിലും പിണങ്ങിയാൽ എന്നാണ് ദൈവം പോലും പറഞ്ഞേക്കുന്നത്. കാരണം നാളെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഏത് സുവിശേഷം? അത് കറക്റ്റ് എനിക്ക് അധ്യായം ഏതെന്നറിയില്ല, പക്ഷെ പറഞ്ഞിട്ടുണ്ട് ദൈവം. ഏത് ബൈബിൾ കൊണ്ടുവന്ന? ബൈബിള് കൊണ്ടാ കറക്റ്റ് ആയിട്ട് വന്ന കണ്ടാ ഇങ്ങനെ ഇത്ര പെട്ടെന്ന് ഇതാണ്ടാ ബൈബിളില് കണ്ടോ? ഓ, ഭയങ്കരമായി പോയി. അതെന്തോ ഒരു പണിക്ക് വേണ്ടി റെഡിയാക്കി വെച്ചല്ലാതെ ഒരു പണിയില്ല ഇവിടെ. എല്ലാ അതായത് ഇവിടെ ആര് വന്നാലും ഇവിടെ എല്ലാ റിലീജിയസ് പുസ്തകങ്ങളും വെച്ചിട്ടുണ്ട്. നിന്റെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടു പോകാതിരിക്കട്ടെ എന്നാണ് ദൈവം പറഞ്ഞേക്കുന്നത്. റോയ്സിനോടൊക്കെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഒരു അസ്തമനത്തിന് മുമ്പ് തീർക്കോ? അത് പറ്റാറില്ല. അത് പറ്റില്ല. പക്ഷേ അവന്റെ അടുത്ത് മാത്രം അത് അല്ല പിറ്റേ ദിവസം ആണെങ്കിൽ സോൾവ് ആക്കിയിരിക്കും. പക്ഷെ എല്ലാരും ശ്രദ്ധിക്കേണ്ട കാര്യം, അത് അന്നേക്ക് സോൾവ് ആക്കിയ പിറ്റേ ദിവസം അടക്കം വീണ്ടും അല്ല, നാളെ നമുക്ക് എന്താ സംഭവിക്കുക, ആ വ്യക്തി അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ക്ഷമ ചോദിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പറ്റത്തില്ല. അത് പിന്നെ ഒരിക്കലും മായ്ക്കാനാവാത്ത ഒരു മുറിവായിട്ട് നമ്മുടെ മനസ്സിൽ കിടക്കും. വിശുദ്ധ റിമി ടോമി, ഞാൻ പോപ്പനൊരു കത്തെഴുതുന്നുണ്ട്. ഞാൻ അങ്ങനെ വിശുദ്ധിയൊന്നുമല്ല. ഒരു മനുഷ്യനുണ്ടാകുന്ന നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും, ചീത്ത സ്വഭാവങ്ങളും നല്ല സ്വഭാവങ്ങളും ഒക്കെ എനിക്കുണ്ട്. അതാണ് റിമി ടോമി, അതാണ് മനുഷ്യൻ. അത്രേ ഉള്ളൂ. റിമി, അപ്പോൾ ജയറാം ചോദിച്ചൊരു കാര്യമുണ്ട്, കൊല്ലാൻ ശ്രമിച്ചാണോ? അല്ലതല്ലേ ചോദിച്ചു. അതായത് ഈ അഭിനയത്തിന്റെ തീഷ്ണതയിൽ സംഭവിച്ചത് പോയതാണോ അതെയോ ടെൻഷൻ കൊണ്ട് അറിയാൻ പറ്റത്തില്ല ഏട്ടാ. അത് ടെൻഷൻ ആയിരിക്കാം ഒരു പക്ഷേ. പിന്നെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ചില സീനുകളൊക്കെ. അല്ല, മറ്റേ കല്യാണ സീനല്ലേ? കല്യാണ സീനും ഫസ്റ്റ് നൈറ്റ് സീനും ശരിക്കും എൻജോയ് ചെയ്തു, ഇല്ലാന്ന് പറയണില്ല. പിന്നെ എൻജോയ് ഡാൻസ് പാട്ടൊക്കെ ഇടയിലേക്ക് തിരികെ വന്നപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയി. ലൊക്കേഷനിൽ വന്ന ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഒന്നും കൂടെ ഇതാവുന്നത്, ചാർജ് ആവുന്നത്. രാവിലെ എണീറ്റ് വന്നതിന്റെ, നമ്മൾ ഗാനമേളയ്ക്കൊക്കെ കടന്ന് ഉറങ്ങുമ്പോൾ ഒരു ഉച്ചവരെ എണീക്കുന്നതിന് ശീലമുണ്ട് എനിക്ക്. അപ്പൊ അതനുസരിച്ച് കണ്ണൻചേട്ടൻ എല്ലാം അറിയാം. അതനുസരിച്ച് എനിക്ക് വേണ്ടിയുള്ള ഉച്ച കഴിഞ്ഞിട്ടൊക്കെ പല സീനുകൾ വരെ എനിക്ക് തരുവുള്ളൂ. ഉച്ച എത്ര മണിക്ക് എഴുന്നേക്കുന്നത്? അല്ല, ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പൊ സ്വഭാവം കുറച്ച് നന്നായോ? കുറച്ച് നന്നായിട്ട്. കാരണം ഇപ്പൊ 8:30 ആകുമ്പോൾ ഞാൻ എന്തായാലും എണീക്കാൻ നോക്കുന്നുണ്ട്. 8:30 എഴുന്നേറ്റ് തുടങ്ങിയോ? നാളത്തെ ബ്രേക്കിംഗ് ന്യൂസ് ആണ്. എല്ലാരും പറയണ 12 മണി കഴിഞ്ഞാൽ എഴുന്നേക്കൊള്ളുന്നത്. അല്ലല്ല, അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കാലഘട്ടത്തിൽ ഈ മെലിഞ്ഞ് എങ്ങനെയാന്നൊക്കെ ചോദിക്കുന്നത് തീർച്ചയായിട്ടും കറക്റ്റ് ആയിട്ട് പല പ്രാവശ്യം ബ്രേക്ക്ഫാസ്റ്റ് പോലും ഞാൻ കഴിച്ചിട്ട് എത്ര വർഷങ്ങളുണ്ടായിരുന്നു, കഴിക്കാറില്ലായിരുന്നു. നമ്മൾ ഫുഡ് സ്കിപ്പ് ചെയ്യുന്ന അനുസരിച്ച് വണ്ണം കൂടത്തേ ഉള്ളൂ. കറക്റ്റ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ എല്ലാം കറക്റ്റ് കഴിച്ചാലേ നമ്മൾ എല്ലാവർക്കും വണ്ണം കുറയ്ക്കാനൊക്കെ പറ്റുള്ളൂ. ഭക്ഷണം കൃത്യമായിട്ട് കഴിക്കുന്നുണ്ട് ഇപ്പം.